രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം ഏഴാമത്തെ ദശകമാണ്, രണ്ടാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച കഠോപനിഷത്തിന്റെ ക്ലാസ്, വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച നിങ്ങൾക്ക് ധമ്മപദം കിട്ടുന്നതായിരിക്കും. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫീസ് തിരിച്ചു കൊടുക്കുമെന്നാണ്. ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒക്കെ താമസ സൗകര്യങ്ങളുണ്ട്. ജ്യോതിഷപരമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ 96453339 എന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. ഓരോ മാസത്തെ ഫലങ്ങളും നക്ഷത്രത്തിൻ്റെ ഫലങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ പ്ലേലിസ്റ്റിലുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്, രാധാ കവചം അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 2 രാധാ കവചവും പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിനകത്ത് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടുത്തിയതും വരികളില്ലാത്തതും രണ്ടും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് ഇത് ആരംഭിക്കാം. അതിനു മുമ്പ് ഇന്ന് നമുക്ക് ഞാൻ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, അത് കാണണം. ലിങ്ക് ആവശ്യമുള്ളവർ 96453339 എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണശ്രീയാണ്.
അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കൃഷ്ണശ്രീയുടെ നമ്പർ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ എന്നെ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണശ്രീയുടെ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയ്ക്കകത്ത് ഞാൻ തുടക്കത്തിൽ തന്നെ പാടുമ്പോൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ല, എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ കൃഷ്ണശ്രീ പിന്നെ കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട്, സാറേ കൃഷ്ണശ്രീ എന്നാണ് ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തുന്നതെന്ന്. അത് കൃഷ്ണശ്രീയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ട് ആ ഡേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ കൃഷ്ണശ്രീ സംഗീതാർച്ചന നടത്തുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അവിടെ പോകാവുന്നതാണ്, കൃഷ്ണശ്രീയെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലേ? കൃഷ്ണശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദ ഗ്രേറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നത്. ജനം ടി വി പാടൂ നീടൂല വിന്നറാണ് നമുക്ക് വേണ്ടി നാരായണീയം ആലപിക്കുന്നത്. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആണ് രാധേ രാധേ ചാനലിന് വേണ്ടി ആ നാരായണീയം പാടുന്നത്. ഫ്ലവർ ടി വി മ്യൂസിക്കൽ റണ്ണറപ്പറാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്നത്. പ്ലേബാക്ക് സിംഗറാണ് നമുക്ക് വേണ്ടി പാടുന്ന കൃഷ്ണശ്രീ. റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആണ് നമുക്ക് വേണ്ടി പാടുന്ന കൃഷ്ണശ്രീ. സ്റ്റേജ് പെർഫോമറും ടീച്ചറും വോക്കൽ ട്രെയിനറും. അങ്ങനെ വേണ്ട, കൃഷ്ണശ്രീക്കില്ലാത്ത വിശേഷണങ്ങൾ എന്താണുള്ളത്? ആ കൃഷ്ണശ്രീ ഇതിനേക്കാൾ ഏറ്റവും വലിയ വിശേഷണം ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്തയാണെന്നുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്തയായതുകൊണ്ട് പഠിപ്പിക്കുന്നതിലൊക്കെ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്. എല്ലാവരും എന്നെ വിളിച്ചു കൃഷ്ണശ്രീയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണശ്രീക്ക് ഒരു താങ്ക്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ വാക്കുകൾ കേട്ട് ചെല്ലുന്ന എല്ലാവരും എന്നോട് പറയുന്നുണ്ട് കൃഷ്ണശ്രീ ഭയങ്കര സിൻസിയറാണ്, ഭയങ്കര ഏബിളാണ്. കൃഷ്ണശ്രീ പാട്ടിനകത്ത് റിസർച്ച് നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പറയേണ്ടത്, ഈ ടി വിയിലൊക്കെ ഉള്ള പാട്ട് മത്സരങ്ങളും റിയാലിറ്റി ഷോസൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കൃഷ്ണശ്രീയുടെ അടുത്ത് കുട്ടികളെ ആക്കിക്കൊള്ളൂ. ഞാനാണ് ഗ്യാരണ്ടി, ഒരു കുഴപ്പവുമില്ല. മിടുക്കിയാണ്. അപ്പം നമ്മുടെ മിടുക്കിയായ കൃഷ്ണശ്രീ, ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ കൃഷ്ണശ്രീ, ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണശ്രീ ഇതാ അത് ആലപിക്കുകയാണ്. കേട്ടുകൊള്ളൂ. അതിനുശേഷം നമുക്ക് തുടങ്ങാം. सोऽयं विश्विसर्गदत्त हृदयः सम्पश्यमानः स्वयं बोधं खल्वनवाश्य विश्वविषयं चिन्ताकुलस्थस्थिवान् तावत् त्वं जगतां पते तपतपेत्येवं हि वैहायसीं वाणी मेनमिश्रवः श्रुतिसुखां कुर्वंस्तप പ്രേരണ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ ഇത് വളരെ മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചേട്ടെ. സോ അയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖല്വന വാപ്യ വിശ്വവിഷയം ചിന്താകുലസ്ഥസ്തിവാൻ താവത് ത്വം ജഗതാം പദേ തപ തപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിസ്രവശ്രുതിസുഖാം കുർവം സ്തവ പ്രേരണാം. അപ്പൊ അർത്ഥം എഴുതിക്കൊള്ളൂ. സോ അയം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവ്. സോ അയം ഈ ബ്രഹ്മാവ്. വിശ്വ അർത്ഥം ലോകത്തിൻ്റെ. വിസർഗ അർത്ഥം സൃഷ്ടിക്ക്. ദത്തഹൃദയ വളരെ ശ്രദ്ധിച്ച്, മനസ്സുറപ്പിച്ചെന്നർത്ഥം. വളരെ മനസ്സുറപ്പിച്ച്. സംപശ്യമാന സ്വയം. സംപശ്യമാന സ്വയം അത്ര എഴുതണം. അർത്ഥം തന്നെത്താൻ നോക്കുന്നവനായി. ഖല്വനവാപ്യ അർത്ഥം ലഭിക്കാതെ. വിശ്വവിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ. വിശ്വവിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ. എന്താ അടുത്ത പറഞ്ഞിരിക്കുന്നത്?
അപ്പോൾ വിഷയം ലോകത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ചിന്താകുല, ചിന്തിച്ചുകൊണ്ട്. തസ്തിവാൻ സ്ഥിതി ചെയ്തു അത്രേ. താവത് അപ്പോൾ. ത്വം അങ്ങ്. ജഗദാംപതേ ലോകത്തിൻ്റെ പതിയായവനെ, പതി ഭർത്താവ്, ജഗദാംപതേ ലോകത്തിൻ്റെ പതിയായവനെ. തപേത്യേവം, തപ എന്നിപ്രകാരം. അതാണ് തപേത്യേവം, തപ എന്നിപ്രകാരം. വൈഹായസീം ആകാശത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന്. വാണി ശബ്ദത്തെ ഏന അശിസ്രവ അർത്ഥം കേൾപ്പിച്ചു, അർത്ഥം കേൾപ്പിച്ചു. ശ്രുതി സുഖം അർത്ഥം കേൾക്കാൻ സുഖമുള്ള. കുർവം സ്തവ അർത്ഥം തപസ് ചെയ്യുന്നതിന്. പ്രേരണാം അർത്ഥം പ്രേരിപ്പിച്ചു. അപ്പൊ എന്താ അർത്ഥം എഴുതിയല്ലോ. ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഹിരണ്യഗർഭനായ ബ്രഹ്മാവ്, അല്ലെ, ഹിരണ്യഗർഭനായ ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കാനായി ഒരുങ്ങി. അങ്ങനെ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ അങ്ങനെ മുഴുകുകയാണ്. ആ സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ മുഴുകിയിരുന്നു എങ്കിലും എങ്ങനെ സൃഷ്ടിക്കണം എന്ന അറിവ് ലഭിച്ചില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം മനസ്സിനെ ഉറപ്പിച്ച് തന്നിലേക്ക് തന്നെ നോക്കി ചിന്താകുലനായി സ്ഥിതി ചെയ്തു. മനസ്സിനെ ഉറപ്പിച്ച് തന്നിലേക്ക് തന്നെ നോക്കി ചിന്താകുലനായി സ്ഥിതി ചെയ്തു. അപ്പോൾ സൃഷ്ടികർമ്മത്തിന് വേണ്ടി തപസ്സു ചെയ്യുവാൻ ആകാശത്തു നിന്നും തപ എന്ന് കേൾക്കാൻ സുഖമുള്ള ഒരു അശരീരി കേട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അങ്ങനെ ആ മനസ്സ് മുഴുവൻ അതിലേക്കാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രജോ ഗുണം വർദ്ധിക്കുകയും സത്വഗുണം കുറയുകയും ചെയ്തതുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കണം എന്നൊരു ഉത്തമ ബോധ്യം കിട്ടിയില്ല. അപ്പം അദ്ദേഹം തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആകെ ചിന്തിച്ചിരുന്നപ്പോൾ ആകാശത്ത് നിന്നും ഒരു അശരീരി കേട്ടു. ആ അശരീരി അദ്ദേഹത്തിന് ലോകം എങ്ങനെ സൃഷ്ടിക്കണം എന്ന സത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാനായിരുന്നു. ആകാശത്ത് നിന്നും കേട്ട ആ ശബ്ദം മറ്റൊന്നുമല്ല, തപ എന്നായിരുന്നു. തപസ് ചെയ്യൂ എന്നായിരുന്നു ആ ശബ്ദം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം. നോക്കേ, സോ അയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം. സോ അയം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവ് വിശ്വവിസർഗ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ദത്തഹൃദയ മനസ്സൂന്നിക്കൊണ്ടിരുന്നു. സംപശ്യമാന സ്വയം തന്നെത്താനെ നോക്കുന്നവനായി. എന്താണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം? അത് ഒരല്പം ഫ്ലാഷ് ബാക്കുകളിലേക്കൂട്ടും കൂടെ പോകണം. ബ്രഹ്മാവ് ലോകം സൃഷ്ടിക്കാനായിട്ട് ഒരുങ്ങി. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ഓർമ്മ വരുന്നില്ല. ഈ വിശ്വം എങ്ങനെ സൃഷ്ടിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഓർമ്മിക്കുക, ഈ 3 ലോകങ്ങളും മുമ്പുണ്ടായിരുന്നു. ഈ 3 ലോകങ്ങളെയും മുമ്പ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹത്തിന് ഓർമ്മ വരേണ്ടതാണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. പ്രാകൃത പ്രളയത്തിൽ 3 ലോകങ്ങളും ഇല്ലാതായി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ പ്രളയത്തിൽ 3 ലോകങ്ങളും ഇല്ലാതാവുകയും ഭഗവാൻ മാത്രം ജലത്തിൽ അങ്ങനെ ആലിലയിൽ മോഹനിദ്രയിലാവുകയും ചെയ്തു. ആ സമയത്ത് ഈ 3 ലോകങ്ങളും ശക്തി രൂപത്തിൽ ഭഗവാനിൽ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപം മാറി, പക്ഷേ ശക്തി രൂപത്തിൽ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്നു. കാലം കുറെ കഴിഞ്ഞു, ഭഗവാൻ നിദ്രയിൽ നിന്നുണർന്നു. അപ്പം സൃഷ്ടി നടത്താൻ ആഗ്രഹം വന്നു. അപ്പം മായയെ നോക്കി.
ആ നോക്കുന്ന നിമിഷം വരെ മായയിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യ നിലയിലായിരുന്നു. ഇതിന് മാറ്റം വന്നാലേ സൃഷ്ടി നടക്കൂ. അപ്പോൾ ഭഗവാന്റെ നോട്ടത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വ്യത്യസ്ത അളവുകളിലായി മാറി. അതോടെ മായ ക്ഷോഭിച്ചു, ഇളകി വശായി. ക്ഷോഭിച്ചു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു എന്നല്ല, ആകെ ഇളകി മറിഞ്ഞു. അപ്പൊ സൃഷ്ടിക്ക് സമയമായി. ആ സൃഷ്ടിക്ക് സമയമായി, സൃഷ്ടി നടത്തണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സൃഷ്ടിയുടെ രഹസ്യം ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ശക്തി സ്വരൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ സത്വഗുണത്തേക്കാൾ രജോ ഗുണം കൂടിപ്പോയത് കാരണം ബ്രഹ്മാവ് അത് മറന്നുപോയി. ഈ രജോ ഗുണം ബ്രഹ്മാവിൽ കൂടുതലാക്കി തീർത്തതും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ലീലയാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ സഹായിക്കേണ്ട കർത്തവ്യവും ഭഗവാനുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇതിനു മുമ്പ് ഈ 3 ലോകങ്ങളും ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇപ്പം ബ്രഹ്മാവ് അത് വീണ്ടും സൃഷ്ടിക്കാൻ പോയപ്പോൾ, അതായത് മറ്റത് പ്രളയത്തിൽ നശിച്ചു, വീണ്ടും സൃഷ്ടിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് യാതൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. അദ്ദേഹം ചിന്താമുഖനായി മൗനമായി തൻ്റെ ഉള്ളിലേക്ക് നോക്കി. കാരണം തൻ്റെ ഉള്ളിൽ ആരുണ്ട്? അന്തര്യാമിയായ ഭഗവാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉള്ളിൽ ആരിപ്പുണ്ട്? ഭഗവാൻ ഇരിപ്പുണ്ട്. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാതെ പുറത്തേക്ക് നോക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ കാണാത്തത്. നിങ്ങൾ പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. കടൽ കാണുന്നു, ആളുകൾ പോകുന്നത് കാണുന്നു, വാഹനം കാണുന്നു, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, നിങ്ങൾ മുഴുവനും പുറമേയുള്ള കാഴ്ച കാണുകയാണ്. നിങ്ങളുടെ അകത്ത് ഭഗവാൻ ഇരിപ്പുണ്ട്. അതാണ് അന്തര്യാമിയായ ഭഗവാൻ. അങ്ങനെ ബ്രഹ്മാവ് സഹായത്തിന് വേണ്ടി അന്തർമുഖനായി തൻ്റെ ഉള്ളിലിരുന്ന് തനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കാൻ തുടങ്ങി. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. ബോധം കല്വനം, കല്വനവാപ്യ എന്ന് പറഞ്ഞാൽ ലഭിക്കാത്തത്. മനസ്സിലായില്ലേ? വിശ്വവിഷയം, ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്നത് എങ്ങനെ? ചിന്താകുല, ചിന്തിച്ചുകൊണ്ട്, തസ്തിവാൻ, സ്ഥിതി ചെയ്തു അത്രേ. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവിൽ രജോ ഗുണം വർദ്ധിച്ചു. ബ്രഹ്മാവിലെന്നല്ല, മനുഷ്യനിലായാലും രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രവർത്തികൾ ചെയ്യാൻ തോന്നും, കർമ്മം ചെയ്യാൻ തോന്നും. ആ കർമ്മം ചെയ്യുമ്പോൾ ബുദ്ധി ഉണ്ടാകും, മനസ്സുണ്ടാകും, പഞ്ചേന്ദ്രിയങ്ങൾ ഉണരും, ജയമുണ്ടാകും, പരാജയമുണ്ടാകും. ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിൽ ബുദ്ധി ഉണർന്നു, മനസ്സുണർന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു? അഹം ഭാവം ഉണ്ടായി, അഹം ബോധം ഉണ്ടായി. ഈ അഹം ബോധം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അഹംകാരിയാകരുതേ എന്ന് പറയുന്നത്. അഹം ഭാവം വരുമ്പോൾ അഹംകാരിയാകും. അപ്പോൾ അകത്തിരിക്കുന്ന ആരെ കാണാൻ പറ്റില്ല? ഭഗവാനെയും ഭഗവാന്റെ വാക്കുകളെയും കാണാൻ പറ്റില്ല. അങ്ങനെ അഹംബോധം ഉണർന്നത് കൊണ്ട് ബ്രഹ്മാവിന് എങ്ങനെ സൃഷ്ടി നടത്തണമെന്നത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ബ്രഹ്മാവ് നേരിട്ട പ്രതിസന്ധി. അപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു? അന്തർമുഖനായി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ചു, ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം മാറ്റി നിർത്തി. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയത്തില്ലേ, പാണ്ഡിത്യ കസർത്ത് പാടില്ല, പാണ്ഡിത്യ കസർത്ത് പാടില്ല. ബ്രഹ്മാവിന് പോലും പറ്റിയ അബദ്ധം അതാണ്. അപ്പോൾ ബുദ്ധിയും മനസ്സും എല്ലാം മാറ്റി വെച്ചിട്ട് തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി. തൻ്റെ തന്നെ, അതായത് പുറമേ ഉള്ള ഒന്നിലും ശ്രദ്ധ ചെലുത്താതെ കണ്ണുകൾ അടച്ച് തൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. താനും പരമചൈതന്യവും ഒന്നാണ്. താൻ ഒരിക്കലും തൻ്റെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന പരമചൈതന്യത്തിൽ നിന്ന് വേറെയല്ല എന്ന ബോധം ഉണർന്നു.
അപ്പം നമ്മളും ഭഗവാനും ഒന്നാണെന്ന് ആ സമയത്ത് മനസ്സിലാകും. ഇത് എല്ലാ ഭഗവാനെ ഉപാസിക്കുന്നവർക്കും വേണ്ടി നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ നമുക്ക് വളരെ എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞു തരികയാണ്. ഒന്ന്, നിങ്ങൾ അന്തർമുഖനാവുക. എന്താണ് അന്തർമുഖനാവുക എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കാര്യങ്ങളിലെ താല്പര്യം നശിക്കുക. പുറത്ത് കാണുന്ന കടല്, ഊട്ടി പോണം, കൊടൈക്കനാലി പോണം, മക്കള്, ഭാര്യ, ഇതിലൊക്കെയുള്ള താല്പര്യങ്ങൾ നശിക്കുക. അതിനുശേഷം തൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക, നിശബ്ദമായിരുന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുന്ന ഏതൊരാൾക്കും ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യവുമായി ബന്ധപ്പെടാം. അതിന് പാണ്ഡിത്യ കസർത്ത് നടത്തുന്നവർ ആധ്യാത്മികതയിൽ പറയുന്ന പേരാണ് അന്തര്യാമി. ആ പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ബാഹ്യമായ പുറമേ ഉള്ള കാര്യങ്ങളിൽ താല്പര്യം പൂർണ്ണമായും നിർത്തി കണ്ണുകളടച്ച് ധ്യാനാവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടും. ആ ഉള്ളിലിരിക്കുന്ന ചൈതന്യം നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും. അതെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു അപകടത്തിൽ ചെന്ന് ചാടുമ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ആ ഫ്ലൈറ്റ് ഇപ്പം നമ്മൾ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടമുണ്ടായി അല്ലേ, ലണ്ടനിൽ പോകാൻ പോയത്. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയ സകല മനുഷ്യർക്കും അവരുടെ അകത്തിരിക്കുന്ന ചൈതന്യം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, കയറരുത് കയറരുത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ അകത്തേക്ക് ശ്രദ്ധ ചെലുത്തുന്നില്ല. പുറത്തെ ബഹള കോലാഹലങ്ങൾക്കിടയിൽ ഇത് കേൾക്കാൻ വയ്യാതായി. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇതിന് മുമ്പ് തന്നെ, കടപ്പുറത്തുനിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ള എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. പക്ഷെ പകല് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ബഹളമാണ്. രാത്രി 2 മണിക്കൊക്കെ നമ്മളൊന്ന് ഉണരുമ്പോൾ ആ കടലിൻ്റെ തിരയടി ശബ്ദം കേൾക്കാം. പകലും അതുണ്ട്, പക്ഷെ ബഹളത്തിൽ അറിയുന്നില്ല. ഇതുപോലെ നിങ്ങൾ ഓരോ ആപത്തിൽ ചാടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അന്തര്യാമി നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരും. പക്ഷേ പുറത്തെ ബഹളത്തിൻ്റെ ഇടയിൽ അത് കേൾക്കുന്നില്ല. അപ്പം രണ്ടാമത്തെ വരിയിലൂടെ ഭട്ടതിരിപ്പാട് പറയുന്നത്, നിന്റെ ഉള്ളിലിരിക്കുന്ന പരമചൈതന്യത്തെ നീ ശ്രദ്ധിക്കുക, പരമചൈതന്യത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക. അപ്പോൾ പിന്നെ നിനക്ക് ഒരിക്കലും യാതൊരുവിധ കുഴപ്പങ്ങളും തടസ്സങ്ങളും ഉണ്ടാകില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താ മൂന്നാമത്തെ വരി? താവത്വം ജഗതാം പദേ തപേത്യേവം ഹി വൈഹായസീം. അപ്പൊ താവത് അപ്പോൾ, ത്വം അങ്ങ്, ജഗതാം പദേ ഈ ലോകത്തിൻ്റെ പതിയാണ്, തപേയേവം എന്ന് പറഞ്ഞാൽ തപ എന്നിപ്രകാരം, വൈഹായസീം വൈഹായസീം ആകാശത്തിൽ നിന്ന്. അതായത് ബ്രഹ്മാവ് സൃഷ്ടി നടത്താനിരുന്നു, പക്ഷേ എങ്ങനെ നടത്തണമെന്നറിയാൻ വയ്യ. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഉള്ളിൽ ശോഭിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചൈതന്യത്തെ കണ്ടു. അപ്പോൾ ബ്രഹ്മാവിനെ സഹായിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. ഏതൊരു മനുഷ്യനും അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കേണ്ട കർത്തവ്യം ഈ ചൈതന്യത്തിനുള്ളതാണ്. അത് മനുഷ്യനായാലും ശരി, ബ്രഹ്മാവായാലും ശരി. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയും തൻ്റെ ഉള്ളിലിരുന്ന് ശോഭിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതോടുകൂടി കൃഷ്ണന് മനസ്സിലായി ബ്രഹ്മാവിൻ്റെ അഹംബോധം നശിച്ചു, തന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിനെ സഹായിക്കേണ്ടത് തൻ്റെ ആവശ്യമാണ്. അപ്പൊ സൃഷ്ടി നടത്താൻ വേണ്ട നിർദ്ദേശം കൊടുത്തു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, തപ. അത് ആകാശവാണി അശരീരിയായിട്ടാണ് കേട്ടത്. ഇതിൻ്റെ അർത്ഥം നീ തപസ്സു ചെയ്യൂ. അങ്ങനെ തപസ് ചെയ്താൽ നിനക്കെല്ലാം തെളിഞ്ഞു വരും. എന്താണ് തപസ് എന്ന് പറഞ്ഞാൽ? തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യപരമായ കാര്യങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക.
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നോക്കുക. അതിൻ്റെ പേരാണ് തപസ്. അല്ലാതെ കാട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് കൊടും തണുപ്പത്തൊക്കെ ചമ്മണം പൂട്ടി അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുന്നതല്ല തപസ്. അതും തപസ്സാണ്. പക്ഷേ നമുക്ക് വീട്ടിൽ ഇരുന്നും ഏത് ചെയ്യാം? തപസ് ചെയ്യാം. അതാണ് ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധൻ തിരിച്ചു വന്നപ്പോൾ യശോദ ചോദിച്ചു, അല്ല ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്തുകൂടായിരുന്നു? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ചെയ്യാമായിരുന്നു, പക്ഷെ അന്ന് എനിക്കത് അറിവില്ലായിരുന്നു. അപ്പോൾ എന്താ ഭഗവാൻ പറഞ്ഞത്? തപ തപ. അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. ഇനി ഈ തപ തപ എന്നതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്താണെന്നറിയാമോ? പ്രാകൃത പ്രളയത്തിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അത് മുഴുവനും പ്രളയം വന്നപ്പോൾ ഭഗവാനിൽ അങ്ങ് ലയിച്ച്, അതായത് ഇപ്പം നമ്മൾ ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പഞ്ചസാര, അത് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പഞ്ചസാര വെള്ളത്തിനകത്ത് ലയിക്കുന്നു, ഉപ്പ് വെള്ളത്തിനകത്ത് ലയിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഈ വെള്ളം തണുപ്പിച്ച് നമുക്കിതിനെ എന്ത് ചെയ്യാം? ഉപ്പ് പരലുകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ പ്രാകൃത പ്രളയത്തിന് മുമ്പ് ഈ ഭൂമിയിൽ ഈ 3 ലോകത്തും എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചപ്പോൾ വേദങ്ങളും കൃഷ്ണനിൽ വന്ന് ലയിച്ചു. അപ്പോൾ ലോകം രണ്ടാമത് സൃഷ്ടിക്കുമ്പോൾ വേദങ്ങൾക്കും പുനർജന്മം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, പ്രളയകാലത്തിന് മുമ്പ് വേദമുണ്ടായിരുന്നു. പ്രളയം വന്ന് 3 ലോകവും നശിച്ചപ്പോൾ ഈ പ്രളയകാലത്ത് വേദങ്ങളും ഭഗവാനിൽ ലയിച്ചു. ഇപ്പം വീണ്ടും 3 ലോകത്തെ പുനഃസൃഷ്ടിക്കുമ്പോൾ വേദങ്ങളും പുനഃസൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം നടക്കാൻ പോവുകയാണ്. അതാണ് തപ തപ എന്ന അശരീരി. അപ്പം അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. വാണി മേന മശിസ്രവ ശ്രുതി സുഖാങ്കുർവം സ്തവ പ്രേരണ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബ്രഹ്മാവ് ഒരശരീരി കേട്ടു, തപ തപ, തപസ് ചെയ്യൂ, തപസ് ചെയ്തു. ഈ ശബ്ദം കേൾക്കാൻ അത്യധികം ഇമ്പമുള്ളതാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതാണ് ശ്രുതി സുഖാം എന്ന് പറയുന്നത്. തപ തപ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമുണ്ടാകുന്നു, ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഭഗവാന്റെ വാക്കുകൾക്ക് പോലും നമ്മളിൽ അടിമുടി ആനന്ദം നിറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇനി ഇതിന് 2ാമതൊരർത്ഥമുണ്ട്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം ഞാൻ പറയാം. ശ്രുതി സുഖം എന്നാണ് കവി പറയുന്നത്. ഒരർത്ഥം ശ്രുതിക്ക് കേൾക്കുക, കേൾക്കുമ്പോൾ ഇമ്പമുള്ളത്. ശ്രുതിക്ക് 2ാമതൊരർത്ഥമുണ്ട്. ശ്രുതിയുടെ 2ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വേദം എന്നാണ്. അതായത് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഋഷിമാർ പണ്ട് കാലത്ത് തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഭഗവാൻ വേറെ എവിടെ ദൂരത്തൊന്നും അല്ല ഇരിക്കുന്നത്, നമ്മുടെ തന്നെ ഉള്ളിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമമായ ചൈതന്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി തപസ് ചെയ്ത ഋഷിമാര് അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന പരമചൈതന്യത്തെ കണ്ടുമുട്ടി. ആ പരമചൈതന്യത്തെ കണ്ട നിമിഷത്തിൽ ആ ചൈതന്യം അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശങ്ങളെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ഈ വേദങ്ങൾ ബ്രഹ്മജ്ഞാനം ഉള്ളതാണ്. അതാണ് ബ്രഹ്മജ്ഞാനം. ഈ വേദങ്ങൾ അവനവനും ലോകത്തിനും സുഖം ചെയ്യുന്നതാണ്. അങ്ങനെ ആരാണോ തപസ് ചെയ്യുന്നത്, തപസ് ചെയ്യുന്ന നിമിഷത്തിൽ ദൈവം അങ്ങ് വേറെ ഒരു ലോകത്തുനിന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നല്ല. നമ്മൾ തപസ് ചെയ്യുന്ന നിമിഷത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമചൈതന്യത്തെ കാണുകയും ആ പരമചൈതന്യം നമുക്ക് വേദവാക്യങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് ഓതിത്തരികയും ചെയ്യും. സെക്കൻഡുകൾ കൊണ്ട് സകല വേദവാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമാവുകയും ബ്രഹ്മജ്ഞാനം നമുക്ക് ലഭിക്കുകയും നമുക്ക് ആനന്ദം ലഭിക്കുകയും ചെയ്യും. അവ ലോകത്തിന് സുഖം നൽകുകയും ചെയ്യും. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ബ്രഹ്മജ്ഞാനം ചെയ്യണമെങ്കിൽ നിങ്ങൾ തപസ് ചെയ്യണം.
ചെയ്യണം. തപസ് എന്ന് പറഞ്ഞാൽ ഷട്ടൊക്കെ ഊരിക്കളഞ്ഞ് ഭസ്മവും ഒക്കെ തേച്ചിട്ട് ഹിമാലയത്തിലോ മറ്റോ പോയിരുന്ന് അവിടെ ചെന്ന് പത്മാസനത്തിൽ ഇരിക്കുന്നതല്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നും തപസ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ധമ്മപദത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുന്നു മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നു, പെനാൽറ്റി കിക്ക് എടുക്കുന്നു. അപ്പോൾ ആ ഗോളിക്ക് വേറെ ഒരു ചിന്തയുമില്ല. ഗോളി ഭാര്യയെ ചിന്തിക്കുന്നില്ല, മക്കളെ ചിന്തിക്കുന്നില്ല, ആരെയും ചിന്തിക്കുന്നില്ല. ഗോളിക്ക് ഒറ്റ ചിന്ത മാത്രം, ആ പന്ത്. അപ്പം നമ്മൾ പറയും ഗോളി അവിടെ തപസ് ചെയ്യുകയാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു ബൗളർ എറിയാൻ വരുമ്പോൾ ബാറ്റ്സ്മാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബാറ്റ്സ്മാൻ്റെ ശ്രദ്ധ മുഴുവനും ആ പന്തിലും എറിയുന്നവൻ്റെ ശ്രദ്ധ മുഴുവനും ആ വിക്കറ്റിലുമാണ്. അവർ രണ്ടുപേരും തപസ് ചെയ്യുകയാണ്. തീർന്നില്ല, അവിടെ ഒരു അമ്പയറുണ്ട്. ആ അമ്പയർ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുകയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ആ 3 പേരും തപസ് ചെയ്യുകയാണ്. പ്രശ്നം ആ കളി കഴിയുമ്പം തപസ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളം കുടിച്ചാൽ തപസ്സാണ്. മലക്കറി അരിയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ മലക്കറി അരിഞ്ഞാൽ തപസ്സാണ്. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിനകത്ത് തന്നെ തപസ് ചെയ്യാം. അങ്ങനെ തപസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ കാണാം. ആ ചൈതന്യം നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ബ്രഹ്മജ്ഞാനം തരും. അങ്ങനെ രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾ ഇന്നു മുതൽ കുളിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ കുളിക്കുക. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുക. അരി വേവിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമാണ് 91 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ലഭിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ. 91 ദിവസത്തിനുള്ളിൽ ബ്രഹ്മജ്ഞാനം ലഭിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. വേറെ ചായ ഇടുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഭർത്താവിനോട് കാര്യം പറയുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒന്നും ചിന്തിക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ ലൗകിക ജീവിതം നിങ്ങൾക്ക് നയിക്കാം. അതിനകത്തൊരു കുഴപ്പവുമില്ല. മക്കളടുത്ത് കാര്യം പറയുമ്പോൾ ആ സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. മക്കളടുത്ത് കാര്യം പറയുമ്പം തന്നെ വേറൊന്നും ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഏത് കാർ ഓടിക്കുമ്പോൾ അതിൽ മാത്രം, അങ്ങനെ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ 91-ാം ദിവസം ബ്രഹ്മജ്ഞാനം ലഭിക്കുകയും നിങ്ങളുടെ മുഖത്ത് അസാധാരണമായ പ്രകാശവും കാരുണ്യവും വന്ന് നിറയുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.